ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. ഇന്നും ഒരു ദീപാവലി ഐറ്റം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ബേസൻ ലഡു. ഇതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിന് 3 കപ്പ് കടലപ്പൊടി, അതുപോലെ 1 കപ്പ് റവ, 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തത്, കുറച്ച് നട്ട്സ്, കുറച്ച് ഏലക്കാപ്പൊടി വേണം, അതുപോലെ തന്നെ 1.5 കപ്പ് നെയ്യും വേണം. ഇതൊക്കെയാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. നട്ട്സ് ഇവിടെ പിസ്തായും കാഷ്യൂ നട്ടുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ ബ്രൗൺ നിറമാകുന്നതിന് ഒന്ന് വറുത്ത് പോരാം. വീണ്ടും നമ്മൾ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കും. നെയ്യ് ഒന്നിച്ചൊഴിച്ചു കൊടുക്കണ്ട, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കടലപ്പൊടി നമുക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത് റവയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. 3 കപ്പ് കടലപ്പൊടിക്ക് 1 കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും കടലപ്പൊടി മാത്രം ഇതിനു വേണ്ടി ഉപയോഗിക്കാം. റവ ചേർത്താൽ ലഡുവിന് നല്ലൊരു കരുകരുപ്പ് കിട്ടുന്നതായിരിക്കും. നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത് ഏകദേശം 20 മിനിറ്റ് വരെ ഇതേ വിധത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇടയ്ക്ക് നമുക്ക് കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. പാകമായി എന്ന് തോന്നിയാൽ ഈ പൊടിയിൽ നിന്നും നെയ്യ് സെപ്പറേറ്റ് ആയിട്ട് വരും. നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഏകദേശം പാകമായാൽ നല്ല മണവും പറ്റും നമുക്ക് കിട്ടുന്നതായിരിക്കും. മുംബൈയിലൊക്കെ ദീപാവലി സമയത്ത് യഥേഷ്ടം കടകളിൽ കിട്ടുന്ന ഒരു പ്രധാന ലഡുവാണിത്. ഇത് ഒരു ലോ മീഡിയം ഫ്ലെയിമിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കടലമാവ് ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലഡുവിനൊരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഏകദേശം പൊടിയിൽ നിന്ന് എണ്ണയൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇത് കഴിഞ്ഞു. ഈ മിക്സ് ആയിക്കഴിഞ്ഞു. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് താഴെയിട്ട് ഇറക്കി വെച്ചു. ഇതിലേക്ക് ചൂടാറുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരപ്പൊടി അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്ന തണുത്തു പോകുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ബോളുകളാക്കി ലഡുവാക്കി മാറ്റണം. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നേരത്തെ നമ്മൾ വറുത്തെടുത്ത നട്ട്സൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ചൂടാറിയതിന് ശേഷം നമുക്ക് ഓരോ ബോളുകളാക്കി മാറ്റാം. ഷേപ്പും ലഡുവിൻ്റെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതോ വലുതോ ആക്കി മാറ്റാം. ഇത് കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഈ മെഷർമെൻറ്റിൽ നിന്ന് എനിക്ക് ഏകദേശം ഒരു 24 ലഡുവോളം കിട്ടുന്നുണ്ട്. ഇത്രയും മെഷർമെൻ്റ് എടുത്താൽ. മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം, അപ്പോഴാണ് ലഡു നന്നായി വരിക. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം എല്ലാവരുടെ കയ്യിലും കാണും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും.
ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ലഡു തയ്യാറാക്കാം. എല്ലാ ലഡുവും ഞാൻ അതുപോലെ തന്നെ തയ്യാറാക്കിയെടുത്തു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.